ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഈ ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് നിങ്ങൾ എന്താക്കുക, ഒന്ന് കയറി രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ഇടുക. നിങ്ങളിപ്പോൾ നെറ്റ് ഓൺ ആക്കണം എന്നില്ല, അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ കയറി നിൽക്കണം എന്നില്ല, അതുപോലെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ജസ്റ്റ് അതിലൊന്ന് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി. അതിൽ ക്യാഷ് ഇങ്ങനെ ഓട്ടോമാറ്റിക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും 3Tech യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഓൺലൈൻ മണി മേക്കിംഗ്, അതുപോലെ തന്നെ ടെക്നോളജി വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കുറച്ചൊരു വിശദീകരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ കിട്ടുന്നത് ബിറ്റ് കോയിൻ ആണ്. ബിറ്റ് കോയിൻ്റെ വാല്യൂ ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വളരെയധികം നല്ല ഒരു സ്ഥാനമുള്ള ഒരു ക്രിപ്റ്റോ കറൻസികളുടെ ഇടയിൽ നല്ലൊരു സ്ഥാനമുള്ള ഒരു കോയിനാണ് നമ്മുടെ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നല്ല വാല്യൂ തന്നെ നമുക്ക് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കിട്ടുന്നത് ബിറ്റ് കോയിനാണ്. അത് ഫ്രീ മൈനിങ് ആണ്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക് മൈനിങ് ആയിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ മിനിമം ബാലൻസ് എത്തുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്തിട്ട് പിന്നെ നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കോയിൻ ബേസിലേക്കോ നമുക്ക് മാറ്റാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ആക്കിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ paytm അക്കൗണ്ടിലേക്കോ മാറ്റാം. അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ഇല്ലാത്തവർ അല്ലെങ്കിൽ കോയിൻ ബേസ് ട്രസ്റ്റ് വാലറ്റ്, ഇങ്ങനെ 2 ആപ്ലിക്കേഷനാണ്. ഇതിന് ഏതെങ്കിലും ഒന്ന് മതി, ഏതെങ്കിലും ഒന്നാണ് ഇതിന് ആവശ്യം. അതിൽ രണ്ടിലേതെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ട്രസ്റ്റ് വാലറ്റ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കോയിൻ ബേസ് എന്ന് സെർച്ച് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ സിമ്പിളാണ് രജിസ്റ്റർ ചെയ്യുക. അതിൽ നിന്നിട്ട് എന്തുണ്ടാവും, ബിറ്റ് കോയിൻ്റെ ഒരു വാലറ്റ് ഉണ്ടാവും. അതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മൈനിങ് വെബ്സൈറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ആ ഒരു കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് തന്നെ ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ബിറ്റ് കോയിൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ വീഡിയോൻ്റെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ ജസ്റ്റ് ഇപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻ വരും. ആ 3 ഓപ്ഷനിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഇട്ട് വെക്കുക. അങ്ങനെ ഇട്ട് വെച്ചാലുള്ള മെച്ചം എനിക്ക് വളരെ മെച്ചമാണ്, നിങ്ങൾക്ക് അതിനേക്കാളും മെച്ചമാണ്. എന്താ വെച്ചാൽ ഞാനിങ്ങനെയുള്ള വെബ്സൈറ്റിൻ്റെ ഒക്കെ വീഡിയോ റിവ്യൂ ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയൊക്കെയുള്ള വലിയ മെച്ചങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇന്നത്തെ സൈറ്റ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജിലേക്കാണ് നിങ്ങളെത്തുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എൻ്റർ യുവർ ബിറ്റ് കോയിൻ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെയോ അല്ലെങ്കിൽ കോയിൻ ബേസിൻ്റെയോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാലറ്റിൻ്റെ ബിറ്റ് കോയിൻ്റെ അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇവിടെ ഒരു 6 അക്ക പിൻകോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 6 അക്ക പിന്ന്, ഇതായിരിക്കും നിങ്ങളുടെ പാസ്വേഡ്. ഇതെപ്പോഴും ഓർമ്മയിൽ വേണം. അങ്ങനെയുള്ള ഒരു 6 അക്ക പിൻകോഡ് ഇവിടെ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിറ്റ് കോയിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു പിൻകോഡ് സെറ്റ് ചെയ്യുക. ശേഷം സ്റ്റാർട്ട് മൈനിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഈ ഒരു മൈനിങ് തുടങ്ങാനായിട്ട് പ്രോസസ്സ് ഇത്ര ഉള്ളൂ. ഇതിൻ്റെ സൈനപ്പ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ എൻ്റെ കുറച്ച് മുമ്പുള്ളൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഉണ്ടാവുക, ഇതിങ്ങനെ മൈനിങ് ആയിക്കൊണ്ട് റീഫ്രഷ് ആക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിങ്ങനെ അക്കം കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇവിടെ 0.0001 ആയിട്ടുണ്ട്. ഇനി ഒരു 0 കൂടി അപ്പുറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇതിലുള്ള മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 0.001 ആണ്. ഇവിടെ താഴേക്ക് പോയ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് റെഫറൽ ലിങ്ക് കാണാം. അത് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരെ ഏൺ ചെയ്യുന്നതിൻ്റെ നല്ലൊരു ശതമാനം തന്നെ നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. ഇത്രയുള്ള ഈ ഒരു വെബ്സൈറ്റിൽ പറഞ്ഞു തരാൻ ഇതിൻ്റെ വിഡ്രോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിൽ നിന്ന് ഇതവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര ബിറ്റ് കോയിനാണ് ദിവസം കിട്ടുന്നത് എന്നൊക്കെ ഇവിടെ 0.000
15ഒക്കെയാണ് ഇവിടെ ഡെയിലി കിട്ടുന്നത്. ഇനി ഇവിടെ വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺഫേം കൊടുക്കാനുണ്ടാവും. കൺഫേം കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്ര മിനിമം ഇവിടെ കാണിക്കുന്നുണ്ട് 0.0012 ആണ് കാണിക്കുന്നത്. 0.002 ആകുമ്പോൾ നമുക്ക് പിന്നെ നമ്മളിതിൽ കൊടുത്ത അഡ്രസ്സിലേക്ക് വിഡ്രോ ചെയ്ത് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഫ്രീ ആയിട്ട് മൈനിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെ ലോഗ് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേറൊരു അക്കൗണ്ട് തുടങ്ങാനുള്ള ഓപ്ഷനാണ്. നല്ലൊരു വെബ്സൈറ്റാണ്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നല്ലവണ്ണം ഇതിൽ നിന്ന് നമുക്ക് ബിറ്റ് കോയിന് മൈൻ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ കാര്യങ്ങൾ തീരെ മറക്കാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മുടെ ചാനലിൻ്റെ എല്ലാമായ സാധനവും. സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ ഇടാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.